ഞാൻ ആക്ച്വലി സിനിമ റിലീസായി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ റെഫറൻസ് ഇടുമ്പോൾ ഞാൻ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോണിറ്ററിൽ നോക്കൂല. അപ്പോൾ ഐ ഡിൻ സി അറ്റ് ഓൾ, പടം കണ്ടിട്ടേ ഇല്ല. സോ റെഫറൻസ് ഇടുമ്പോൾ ഞാൻ ഈ സീനാണല്ലേ. അപ്പോൾ ഒരു ദിവസം കണ്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പടം കണ്ടപ്പോൾ ഞാനാണെങ്കിൽ ഓരോ ആൾക്കാർ സ്റ്റോറി ഇടുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ ഓക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ലൈക്ക് പെർഫോമൻസ് ഇപ്പോൾ ആൾക്കാരുടെ അംഗീകാരം കിട്ടാൻ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ബിക്കോസ് എല്ലാവരും ഓണസ്റ്റായിട്ടേ പറയുള്ളൂ. ശരിക്കും എല്ലാവരും ക്രിട്ടിക്കലായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. സോ അവർ അത്രയും ഓണസ്റ്റായിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഒരു 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 നല്ലൊരു ഫീലിംഗ്. ഇപ്പോൾ എൻ്റെ ഹാർട്ടിൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും അത്രയും ഓണസ്റ്റായിട്ട് പടം കണ്ടിട്ട് അത്രയും ഓണസ്റ്റായിട്ട് അവർ അവർ ഓരോ സീൻ എടുത്തെടുത്ത് പറയും. ഈ സീനിൽ ഇത് പറഞ്ഞപ്പോൾ ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഓർമ്മ വരുന്നു. ഓർ ചിലവർക്ക് അവരുടെ സിസ്റ്ററിന് ഓർമ്മ വരും, ചിലവർ അവർ മോളെ ഓർമ്മ വരും. സം പീപ്പിൾ അവരുടെ ആരെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സോ ഇഫ് ദേ ആർ റിയലി ഏബിൾ ടു അത്രയും ഹോൾഡ് ദ ക്യാരക്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ക്യാരക്ടർ, ആ ക്യാരക്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ആസ് ഡെലൂലു വുഡ് ബി ഹാപ്പി to see how the people are responding. ആൾക്കാർ എന്ത് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ ഡെലൂലു വിൽ ബി റിയലി ഹാപ്പി ഐ ഫീൽ. ആൻഡ് ഇറ്റ്സ് വേറൊരു ഫീലിംഗ്. ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഐ ഡിൻ തിങ്ക്. ലൈക്ക് ഇത്രയും ലവ്, ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഐ നെവർ തോട്ട്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വണ്ടർഫുൾ. ഈ പടം കണ്ട ഇറങ്ങിയ ആൾക്കാരെ ഈ പ്രേതത്തിനോട് ക്രഷ് തോന്നുന്നൊക്കെ അതാ ഐ മീൻ ഞാൻ ചില റീൽസ് കാണുമ്പോൾ നല്ല കോമഡി. സം പീപ്പിൾ രാത്രി എണീറ്റ് നിന്നിട്ട് ഞാൻ ഡെലൂലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പറഞ്ഞ് വീഡിയോസ് ഇടുന്നു. സോ അങ്ങനത്തെ കുറെ മീംസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് കാണുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. ഇപ്പോ ഇപ്പം അല്ലേ ആദ്യമായിട്ടാണ് ഈ മനുഷ്യന്മാരെ പേടിയുള്ള പ്രേതം വരുന്നത് ആദ്യമായിട്ടാണ്. ഈ മനുഷ്യന്മാരെ കാണുമ്പോൾ ഓടിക്കളയ പ്രേതം. അതാ ഇത് ആക്ച്വലി അഖിൽ ചേട്ടന്റെ കോൺസെപ്റ്റ്. അഖിൽ ചേട്ടൻ ഡയറക്ടർ. സോ അഖിൽ ചേട്ടൻ പ്രേതപ്പടം പേടിയുള്ള ആളാണ് അഖിൽ ചേട്ടനും നിവിൻ ചേട്ടനും. സോ അവർക്ക് പ്രേതത്തിന് പേടിയുള്ളതുകൊണ്ട് അവർ പ്രേതത്തിന് ആൾക്കാരെ പേടിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതിൽ വന്നത്. പിന്നെ നമ്മൾക്ക് മൂന്നുപേർക്കും അത് നല്ല സിങ്ക് ആയി. ബിക്കോസ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോവും. അപ്പോൾ എല്ലാം കൂടെയും കറക്റ്റ് സിങ്ക് ആയി. അത് നല്ലൊരു ഹ്യൂമറസ് രീതിയിൽ വർക്കായി. ഈ സത്യനന്ദിക്കാട് ലാലേട്ടനെ പൂക്കിയാക്കിയ പോലെ അഖിൽ സത്യൻ നിവിൻ പോളിനെ പൂക്കിയാക്കിയ പോലെ എന്തോ അഖിൽ സത്യൻ സത്യനന്ദിക്കാട് ലാലേട്ടനെ പൂക്കിയാക്കിയല്ലോ. അതെ, ലിറ്ററലി. ആക്ച്വലി നിവിൻ ചേട്ടനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും കംഫർട്ട് തരുന്നുണ്ട്. നമുക്ക് തന്നെ തോന്നിപ്പോകും ഹീ സച്ച് പൂക്കി. അപ്പം ഞാൻ തന്നെ പോയി യു ആർ പൂക്കി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്.